കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 150 ദിവസം പിന്നിടുന്നു. മുൻ എം.പി. വി.എം. സുധീരൻ സമരപ്പന്തലിൽ സന്ദർശനം നടത്തി. മദ്യാധികാര വാഴ്ചയ്ക്കെതിരെ ജനാധികാര മുന്നേറ്റം എന്ന മുദ്രാവാക്യത്തോടെ കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 150 ദിവസം പിന്നിടുന്നു. മുൻ എം.പി. വി.എം. സുധീരൻ സത്യാഗ്രഹ പന്തലിൽ സന്ദർശനം നടത്തി. കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ജോഷ്യ മാർ ഇഗ്നാത്യോസ് മെത്രോപൊലിത്ത, ആലപ്പുഴ രൂപതാ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ, SKSF ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുള്ള തങ്ങൾ അൽ ഹൈദ്രോസി, കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന കോർഡിനേറ്റർ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അനുഷ്ഠിച്ച സത്യാഗ്രഹികളെ ചടങ്ങിൽ ആദരിച്ചു. ജനാഭിലാഷങ്ങൾ, ജനനന്മ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലുള്ള ഗവൺമെന്റ്, ശ്രീ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പായി 2016 അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നേരത്തെ അഭിനന്ദനായ ജോസഫ് തിരുമേനി ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. മദ്യം ഒരു സാമൂഹ്യ വിപത്താണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ലഭ്യതയും ഉപയോഗവും പരമാവധി പടിപടിയായി കുറച്ചു കൊണ്ടുവരുന്ന നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക എന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാർ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം നൽകി. ഒരു കാര്യം നമ്മൾ ഓർക്കണം, കേരളത്തിൽ 29 ബാറുകൾ മാത്രം പ്രവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വാഗ്ദാനം. കേവലം 29 ബാറുകൾ മാത്രം പ്രവർത്തിക്കുന്ന കാലത്താണ് ഈ വാഗ്ദാനം നൽകിയത്. ഇത്രയും കാലത്തിനിടയിൽ 29ന്റെ സ്ഥാനത്ത് എത്രയോ പെരുകി. ഒരു 4 കൊല്ലം മുമ്പുള്ള കണക്ക് 859 ഇപ്പൊ പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ വെബ്സൈറ്റിൽ അനുവദിക്കുന്ന പുതിയ ബാറുകളുടെ വിവരങ്ങളൊന്നും കാണിക്കാറില്ല.